ഹലോ ഗൈസ്, നമ്മുടെ ബൊഗൻവില്ലകളൊക്കെ അതിൻ്റെ അപ്ഡേഷനും കാര്യങ്ങളൊക്കെ ഒന്ന് കാണിച്ചു തരാമെന്ന് കരുതി. നല്ല കടുത്ത മഴയായിട്ടുണ്ട്. ഈ പൂക്കളൊന്നും ഇപ്പോൾ നമ്മുടെ ബൊഗൻ കാണുന്ന സ്ഥലങ്ങളും നല്ല കാട് പിടിച്ച് കിടക്കുകയാണ്. എങ്കിലും നല്ല അടിപൊളിയായിട്ട് പൂവിട്ടിട്ടുണ്ട്. കണ്ടില്ലേ, നമ്മളെ ഫ്ലൈം റെഡാണ്. അത്യാവശ്യം നല്ല പൂക്കളുണ്ട് കേട്ടോ. ഈ മഴയത്തും എന്നാൽ കൊള്ളാത്തൊരു ഏരിയയിലാണ് നമ്മളിത് മാറ്റി വെച്ചിട്ടുള്ളത്. അടിപൊളിയല്ലേ? എങ്കിലും നമ്മളെല്ലാം കൂടി അങ്ങ് അടുപ്പിച്ച് തിങ്ങി നെരിഞ്ഞാണ് വെച്ചിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ബൊഗൻവില്ലകളൊക്കെ അങ്ങനെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ഒരു അടിപൊളിയായിട്ട് തന്നെ വന്നിട്ടുണ്ട് കേട്ടോ. നല്ല ഭംഗിയില്ല കാണാൻ. ഇതിൻ്റെ ഫ്ലെയിം റെഡാണ്. പക്ഷേ അല്ലേ, നമ്മളെ കയ്യിൽ ഫ്ലെയിം റെഡ് നമ്മൾ ഗ്രാഫ്റ്റഡ് പ്ലാന്റ് മുമ്പ് വാങ്ങിയിട്ടുണ്ടല്ലോ. ആ ഗ്രാഫ്റ്റഡ് പ്ലാന്റിൽ 5 ഉള്ളതായിരുന്നു. അതിൽ 3 വിരിഞ്ഞിട്ടുണ്ട്. 2 നമ്മളെ കയ്യിലുള്ളത് തന്നെ. ചെറിയൊരു സങ്കടം. ഒന്ന് ഫ്ലെയിം റെഡും ഉണ്ട്, ഒന്ന് ചില്ലി ഐസ്ക്രീമും. ഇത് 2 അതിലുണ്ട്. അതങ്ങനെ കാണുമ്പോൾ ഒരു ഭംഗി. നമ്മുടെ ഏതാണ് പേര് മറന്നു, മഹാറാണിയാണ്, മഹാറാണി. ഇതെല്ലാം അടിപൊളി ചില്ലി ഐസ്ക്രീമാണ്. എങ്കിലും ഇപ്പോഴും നല്ല പൂണ്ട് കേട്ടോ. കാരണം ഈ പൂ ഇട്ടുകൊണ്ട് എന്താ വെച്ചാൽ മഴ ഇല്ലാത്തൊരു സൈഡിലേക്ക് നമ്മൾ തിങ്ങി നെരിഞ്ഞ് അങ്ങ് മാറ്റി വെച്ചിട്ടുള്ളതാണ്. കണ്ടില്ലേ, ഒരു ചട്ടി ക്യാപ്പില്ലാതെ അങ്ങ് വെച്ചതാണ്. ഒരു കാലത്തിൻ്റെ താരമായിരുന്നു ഇവന്. ഈ മഴക്കാലം ആയതുകൊണ്ട് നമുക്കൊന്നുകൂടി അളന്ന് സെറ്റാക്കി എടുക്കാണ്ട്. നമ്മളെ ഒരു യെല്ലോ ആണ്, എന്തോ യെല്ലോ ആണ്. എല്ലാവരും ഉണ്ട് ഈ ഒരു തിരിഞ്ഞിൽ. ഇത് നമ്മൾ ഗ്രാഫ്റ്റഡ് ചെയ്തിലുള്ള ഇതും ഒരു ഗ്രാഫ്റ്റ് എന്നാണ്. ഇതും നമ്മൾ വെച്ചതിൽ ഫസ്റ്റ് പിടിച്ച ഗ്രാഫ്റ്റാണ്. അതെല്ലാം അത്യാവശ്യം നല്ല ഉഷാറായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. എങ്കിലും ഇത് ബ്ലാക്ക് മൊണാലിസ ഇല്ലേ, അതോ ഒന്നാണ്. എങ്കിലും അതിൽ നമ്മൾക്ക് പൂട്ടിട്ടില്ല. അല്ലാത്തതെല്ലാം ഉഷാറായിട്ട് വന്നിട്ടുണ്ട്. നമുക്ക് കുറച്ച് ചെറിയ പരിപാടികളുണ്ട്. ഇത് ഏതാണെന്ന് ചോദിച്ചാൽ ഗ്രാഫ്റ്റഡിൽ ഒന്നാണിത്. ഗ്രാഫ്റ്റഡ് പ്ലാന്റിൽ അതിൽ എന്താണ് ചെറിയൊരു ഇതാണ്, ചില്ലി ഐസ്ക്രീമാണ് ഗ്രാഫ്റ്റഡിൽ. ഒന്ന് ഇത് ഫ്ലെയിം റെഡിൻ്റെ കമ്പാണ്. പിന്നെ പൂക്കളൊക്കെ കൊഴിഞ്ഞു പോയിട്ടുണ്ട്. ഇനി 2 കൂടി വിരിയാനുള്ളൂ. 2 ഏതാണെന്ന് ഒരാകാംക്ഷ. എനിക്ക് തോന്നുന്നുണ്ട് ഏത് ബീട്രൂട്ടിൻ്റെ കളറുള്ള. ഇതൊക്കെ നമ്മുടെ കയ്യിലുള്ള തന്നെയാണ്. നമ്മൾ കട്ടിങ്സ് വെച്ചതാണ്. നമ്മൾ ലാസ്റ്റായിട്ട് വാങ്ങിയുള്ള കുറേ കുഞ്ഞു തൈകൾ. ആ കുഞ്ഞു തൈകളൊക്കെ നല്ല അടിപൊളിയായിട്ട് തന്നെ വന്നിട്ടുണ്ട് കേട്ടോ. നമുക്കിനി ഇതിൽ കുറച്ച് പണികൾ എടുക്കാനുള്ളതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ച് തോനെ നമ്മൾ ഇന്ന് വാങ്ങണമെന്ന് കരുതിയിട്ടുണ്ടായിരുന്നു. നമ്മൾ ഗ്രോ ബാഗുകൾ കേട്ടോ. ചക്കൊന്നും ഇപ്പോൾ അത്രയും വാങ്ങാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ ഗ്രോ ബാഗുകൾ വാങ്ങാൻ പോകണം. എല്ലാം ഇല്ലല്ല, ഇത് നടാനൊന്നല്ല. അത് നമ്മൾ ലാസ്റ്റ് ഒന്ന് കാണിച്ചു തരാം ഏത് നടാനാണ് എന്നുള്ളതൊക്കെ ഒന്നുണ്ട്. എങ്കിലും നമുക്ക് അടിപൊളിയായിട്ട് തന്നെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഫ്ലെയിം റെഡാണ്, നല്ല പൂട്ടിട്ടുണ്ട് കേട്ടോ. ഇപ്പം ഈ നല്ല മഴ ഉണ്ടല്ലോ, മഴൻ്റെ തെളിവ് ഞാൻ ഒന്ന് കാണിച്ചു തരാം. മഴ പെയ്ത് മുറ്റം നന്നായത് എന്താ പറയുക, നമ്മളെ മതിലുണ്ടായിരുന്ന നമ്മുടെ ബൊഗൻവില്ലൊക്കെ ഫുൾ അടിയോടൊക്കെ വെട്ടി കറന്നു ചാഞ്ഞിട്ടാണ്. ഇതൊക്കെ നമ്മൾ വെട്ടി കമ്പുകൾ സ്റ്റോക്ക് കുറേ അങ്ങനെ മുറിച്ച് വെച്ചിട്ടുണ്ട്. ഇതൊക്കെ കമ്പുകൾ നമ്മൾ മുറിച്ച് വെച്ചതാണ് കേട്ടോ. വണ്ടിയിൽ എന്തിനാന്ന് ചോദിച്ചാൽ നമുക്ക് ഗ്രാഫ്റ്റ് ചെയ്ത് നോക്കാനാണ്. പിടിക്കോല്ലേ വിജയിക്കോല്ലേ എന്നൊന്നും വലിയ ഐഡിയ ഒന്നുമില്ല. എങ്കിലും ഉള്ളത് ഓണം പോലെ എന്ന് പറഞ്ഞ് അതുപോലെ നമുക്ക് ചെയ്യാനാണ്. നമ്മളതൊക്കെ കട്ട് ചെയ്താണ് കണ്ടില്ലേ. കാരണം മഴൻ്റെ ഊക്കൊണ്ട് നന്നായിട്ട് ചാഞ്ഞും ചിരിഞ്ഞു പറഞ്ഞ പോലെ ആയിട്ടുണ്ട്. കണ്ടില്ലേ, നല്ല മഴ. ഇപ്പോൾ ഒരു പെയ്യിൽ നിന്നിട്ടുള്ളൂ. നമ്മൾ മുമ്പൊക്കെ വലിയ മണ്ണുള്ളത് ഇതാക്കിൻ്റെ അതിൻ്റെ ഒരു തളിർപ്പും ഇതൊക്കെ വന്ന് നല്ല ഉഷാറായിട്ടുണ്ട്. എങ്കിലും ഇതൊക്കെ കട്ട് ചെയ്തിട്ട് നമുക്കൊന്ന് ഗ്രാഫ്റ്റിംഗ് പരിപാടിയൊക്കെ നടത്താനുള്ളതാണ്. ഇതാണ് ഇത്രയും വലിയ കമ്പൊക്കെ നമുക്കൊന്ന് കട്ട് ചെയ്തൊന്ന് സെറ്റാക്കാൻ. അതിന് മുമ്പ് നമുക്ക് കുറച്ച് ഗ്രോ ബാഗൊക്കെ ഒന്ന് വാങ്ങാൻ വേണ്ടി പുറത്തിറങ്ങണം. അടീനിയങ്ങളൊക്കെ കുഴപ്പമില്ലാതെ പോകുന്നുണ്ട്, ബാക്കി ചീഞ്ഞ് പോകുന്നുണ്ട്. ഇതൊക്കെ നമുക്ക് ഒരു ഗ്രാഫ്റ്റ് ചെയ്യാൻ വേണ്ടി ഒന്ന് പരീക്ഷണം നടത്താൻ നമ്മൾ മാറ്റി വെച്ച് എല്ലാവരും തിങ്ങി നിറച്ച് അങ്ങ് ഒരു സൈഡിലോട്ട് അങ്ങ് മാറ്റി വെച്ചതാണ് കേട്ടോ. കാരണം എന്താന്ന് എല്ലാം ഒരു ഇതായിട്ടുണ്ട്, മഴയും എല്ലാം കൂടിയിട്ട്. അങ്ങനെ നമ്മൾ ഗ്രോ ബാഗൊക്കെ ഒന്ന് വാങ്ങാൻ ഇറങ്ങും സെറ്റാക്കിയിട്ടില്ല. വേറൊരു വീഡിയോ നമ്മൾ ചെയ്യേണ്ട കേട്ടോ. ഗ്രോ ബാഗ് നമുക്ക് പലതിനും ആവശ്യം വരുമല്ലോ. നമ്മൾ അടീനിയങ്ങളൊക്കെ ഒന്ന് പിരിച്ച് വെക്കാൻ എല്ലാത്തിനും കൂടിയാണ് കേട്ടോ. എങ്ങനെയുണ്ട് ഈ വീഡിയോ? ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ, ബൈ.